മലയാളിയുടെ സ്വന്തം ഇടയ്ക്ക് ഇപ്പോൾ ചേട്ടനിപ്പോൾ ഓരോ ഭാഗങ്ങൾ നിർമ്മിച്ച് ഇതുവരെ എത്തി. അതായത് ഒരു ഭാഗം ഇടയ്ക്കയുടെ മെയിനായിട്ടുള്ള ഈ മരത്തിൻ്റെ ഭാഗം, അത് കഴിഞ്ഞിട്ട് ഈ മരത്തിൻ്റെ ഭാഗത്തിന് എന്തായിരുന്നു പറയുന്നത്, കുറ്റി തന്നെ. അത് വലിയ പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്തെടുക്കുന്നത്. അതുപോലെ വട്ടം വെച്ചു, തുകൽ വെച്ചു ഇരുഭാഗത്തും. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇതിൻ്റെ തലഭാഗം, നല്ല ശബ്ദമുള്ള കൊട്ടൻ്റെ ഭാഗവും. ഹലോ, നമസ്കാരം. നാടകക്കാരൻ എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരുണ്ടല്ലോ, ഉദയംപേരൂരിലെ ചെണ്ട കലാകാരനായിട്ടുള്ള സുധിയുടെ ശില്പശാലയിലാണ്. ഇതിലാണ് നമ്മളൊക്കെ കേരളത്തിൽ ഈ കാണുന്ന കേരളത്തിൻ്റെ തനത് വാദ്യ രൂപമായിട്ടുള്ള എടയ്ക്ക, അത് ജന്മം കൊടുക്കുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ ഈ ഉദയംപേരൂരിനടുത്തുള്ള ചെണ്ട സുധിയുടെ ശില്പശാല. അതായത് ആ എടയ്ക്ക രൂപപ്പെടുന്നത് മനോഹരമായുള്ള സംഭവമല്ലേ, അതൊന്ന് കാണിച്ചു തരാനാണ് നാടകക്കാരൻ ഇന്നിവിടെ വന്നത്, സുധിയുടെ ശില്പശാലയിലേക്ക്. വാ, എല്ലാവർക്കും സ്വാഗതം. സുധി ശില്പശാല എന്ന് പറയുന്നത് ഉദയംപേരൂരിലാണ്, എറണാകുളം ജില്ലയിൽ അടുത്ത് തന്നെയാണ് ഉദയംപേരൂർ. അതിൽ എടയ്ക്ക നിർമ്മാണവും അതേപോലെ എടയ്ക്കയുടെ സംഗീതത്തിൻ്റെ ആ വിശേഷവും അറിയാനായിട്ട് നമ്മുടെ ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ്. ഇങ്ങനെ പറ്റില്ല, ഇതന്നെയല്ലേ. അപ്പോഴേ ഇതാണ് എടയ്ക്കയുടെ പ്രധാനപ്പെട്ട ഭാഗം, നമ്മളൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട. ഏതായാലും ഇത് എങ്ങനെയുള്ളതാണ് ഈ തരത്തിലേക്ക് ആവുന്നത് എന്നുള്ളത്, ഇത് ശരിക്കും മരത്തിലല്ലേ ചെയ്യുന്നത്, ഈ പ്ലാവിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെയല്ലേ ഇതെല്ലാം. ഇതൊന്ന് പറഞ്ഞു തരാമോ, പ്ലാവിൽ എങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ കിട്ടുന്നത്, അല്ലെ നിങ്ങൾ തന്നെ മേക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? കയ്യിലേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പൊത പോലെ ഉണ്ടാവും. അത് നമ്മൾ അടിച്ചു കളഞ്ഞിട്ട് ഉളുക്കി അടിച്ചു കളയും. ഇപ്പൊ ഇത് ഉളുക്കി അടിച്ചു കളഞ്ഞാൽ വെച്ചേക്കണം, അതായത് ഉണക്കാവാൻ വേണ്ടിട്ട്. അതായത് ഒരു മരത്തിന്റെ കുറ്റി ഇങ്ങനെ പച്ചയാണ്. ഇത് നമ്മൾ ഇത് അടിച്ചു കളഞ്ഞ് ഇതിലേക്ക് എയർ പാസും വന്നു കഴിഞ്ഞ ശേഷം ഇത് ഉണക്കാവുള്ളൂ. ഉണക്കായ ശേഷമാണ് നമ്മൾ പണി തുടങ്ങുള്ളൂ. കാരണം ഇത് പച്ചയാണ്. ഇത് നമ്മള് അതായത് ഇതിന് മരത്തിൽ കടഞ്ഞെടുത്താൽ മാത്രം പോരാ, ഇതൊക്കെ അത് വെച്ചല്ലേ ഏട്ടാ, കാണിക്കാലോ അല്ലേ? ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയുള്ള കടഞ്ഞെടുത്ത സംഗതിയാണ്. ഇതിപ്പം സുധീച്ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഈ പച്ച പ്ലാവാണേ, അതായത് വെരി റോ ആയിട്ട് അത് കടഞ്ഞെടുക്കാൻ വളരെ സൗകര്യമായിരിക്കും ആ സമയത്ത് പച്ചയായി കിടക്കുമ്പോൾ. അതിന് ശേഷമാണ് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ പണി കൊടുക്കണം. എത്ര നാളെടുക്കും? അതൊരു മൂന്നാഴ്ച എടുക്കും. അത് പെട്ടെന്ന് ഒരു റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല, അതാണ് സംഭവം. റൈറ്റ്. അപ്പോൾ അതിനുശേഷം നമ്മള് ഇതിന് മുള്ളരാന്ന് പറഞ്ഞു, ഈ സാധനം വെച്ചാണ് നമ്മൾ ഉള്ള എടുക്കണം. അതായത് വുഡ് ഫയൽ എന്ന് പറയും ഇംഗ്ലീഷിലാവുമ്പോൾ, വുഡ് ഫയൽ. ഈ സാധനം വെച്ചിട്ട് നമ്മൾ പതുക്കെ ഉണങ്ങിയ ശേഷം പണി തുടങ്ങാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകില്ല. ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഉരച്ച് കഴിയുമ്പോ ഇതേണ്ട, ഇത് തന്നെ കണ്ട. എന്നിട്ട് ഇതിന്റെ അകത്ത് കട്ടിങ് ഒക്കെ ഉണ്ടാവും. ഇതണ്ട, ഈ ഇതിന്റെ അകത്ത് ലെയ്ത്തിൽ കയറ്റിയേക്കണ കട്ടിങ് ഉണ്ടാവും. ഈ കട്ടിങ് ഒക്കെ നമ്മൾ ഉരച്ച് കളഞ്ഞിട്ട് പേപ്പർ പിടിക്കും, ക്ലോത്ത് പേപ്പർ ആണ് സാധനം. ഈ സാധനം നമ്മള് ഈ പൈപ്പിലാ അല്ലെങ്കിൽ തടിക്കഷത്തിലാ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഫയൽ പിടിച്ചെടുത്ത് ചെറിയ പാടുണ്ടാവും. ഈ പാട് നമ്മൾ ഇങ്ങനെ ഉരച്ചുരച്ച് കളയണം. ഇരുന്നാട്ടോ ഉരയ്ക്കണം. ഇങ്ങനെ ഉരച്ച് കളഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഇതണ്ട പൊടി പോണണ്ട, ഏകദേശം നമ്മൾ ഒരു ഫിനിഷിങ് ആയ ശേഷം നമ്മൾ ഇവിടെ ഈ ആണിയുണ്ട്, ബ്രാസിന്റെ ആണി, അത് കാണിച്ചു തരാം. ഇതാണ് ആണി. ഈ ആണി വെച്ചിട്ട് ഇതിന്റെ സെന്റർ കണക്കാക്കും. ഈ സെന്റർ കണക്കാക്കിയിട്ട് ഇവിടെ 2 ആണി അടിക്കും, ഇവിടെ 2 ആണി അടിക്കും,
അങ്ങനെ മൊത്തം 4 സ്ഥലത്ത് ആണിയടിക്കും. ഓക്കെ. 4 ഇവിടെ 4 ഇവിടെ 4 മൊത്തം ഇപ്പൊ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഇപ്പൊ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ അളവൊക്കെ എടുത്തിട്ട് ഇതിന്റെ സെന്റർ കണക്കാക്കി എല്ലാം പക്കയായിരിക്കണം. അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇറ കെട്ടിയായിട്ടേ കാണാൻ പറ്റാവുള്ളൂ. കാരണം അത്രയ്ക്ക് സെന്റർ ആയിരിക്കണം. അത് കെട്ടിയതിരിക്കുന്നുണ്ട് ഇവിടെ. കെട്ടിയത് എവിടെയാണ് കാണിക്കാൻ ആളുകൾക്ക് ഒരു ഇത് പണി തീർന്ന് ഊറ്റിയ. ഓ ഉണ്ടാ നോക്കി, ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതാണ് സൈചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആണി ഈ ഇത്തരത്തിൽ ആണി അടിച്ച് ശേഷം അളവെടുത്ത് ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിന്റെ സെന്റർ കറക്റ്റ് ആണി അടിക്കുമ്പോൾ സെന്റർ ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആയിരിക്കണം സെന്റർ. ഓക്കെ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ശബ്ദത്തിന് വ്യത്യാസം. അതായത് ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ സുജിച്ചേട്ടൻ പറഞ്ഞ സംഗതി ഈ ഇതാണ് അതിൻ്റെ സൂത്രം എന്ന് പറയുന്ന സംഭവം. ഈ സെൻറ്ററായിട്ട് അതുപോലെ ഈ വശത്തും വളരെ സെൻറ്ററായിട്ട് അതെ ഒരു ചരടേ കാണാൻ പറ്റും അല്ലേ? അതല്ലേ അതാണ്. അപ്പോൾ അത് ശരിക്കും ആ ട്യൂണിങ് നടക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൽ വർക്കാണ് കേട്ടോ അല്ലേ? അപ്പോൾ എന്തായാലും ബാക്കി കൂടി പറഞ്ഞ് എന്തായാലും ഒരു രസമുണ്ട്, രസകരമായില്ല. അടുത്തെന്താണ് നടക്കുന്നത്? നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേശ്ശെ എടുത്തിട്ട് ഈ ഈറ അതിൽ നിർത്തി തന്നെ കൊട്ടി നോക്കും. എങ്ങനെ? അതായത് നമ്മൾ കോർത്തിട്ട് കൊട്ടി നോക്കും. ഇത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത പരിപാടി? ഇത് ഇപ്പൊ കുറ്റി തീർന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മളിത് വട്ടം കോർക്കും. ഈ കുറ്റി ഇപ്പൊ ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി കുറ്റി അതായത് ഇതുപോലെ ചരട് അടിച്ച് നൂല് അടിച്ച് ആണി അടിച്ച് വൃത്തിയായിട്ട് വെച്ചാൽ ഇനി വട്ടം കോർക്കുക എന്നുള്ള പരിപാടിയാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു പാർട്ടാണ് ഇതിൻ്റെ വട്ടം എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് പിടിപ്പിക്കുന്നത് എന്നൊക്കെ സൈറ്റേട്ടനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയാ ചേട്ടാ ഇത് ശരിക്കും വളയലെന്ന് പറയും. വളയൽ ഇത് കുറ്റിയുടെ അളവിനനുസരിച്ച് നമുക്ക് ഈ റൗണ്ട് വ്യത്യാസം വരും. ഓക്കെ. വലിയ കുറ്റിക്ക് വലിയ വളയൽ വേണം. അപ്പൊ നമ്മൾ ഏതാണോ അതിലേക്ക് നമ്മളിങ്ങനെ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ വളയൽ എന്തുകൊണ്ടാണ്? ഇത് പ്ലാവ് എടുക്കും, ആഞ്ഞിലി എടുക്കും, പിന്നെ മഹാഗണി, അങ്ങനെ 3 മരങ്ങൾ ചെയ്യും. ഇത് കടഞ്ഞെടുക്കുകയാണ്. ഇത് കടഞ്ഞെടുക്കണം. അതായത് ഒറ്റത്തടിയാണോ? ഒറ്റത്തടിയിൽ തീർക്കുന്ന സംഭവമാണ്. ഇത് പലക പോലെ എടുത്തിട്ട് നമ്മൾ ഈ കടച്ചിൽ മെഷീനില്ലേ, കടച്ചിൽ മെഷീനിൽ ഇവിടെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് കടഞ്ഞെടുക്കണം. അതായത് പണ്ട് ഈ ഡോറൊക്കെ നമ്മൾ പൂ കുത്തൂലേ, വുഡ് കാർവിംഗ് ആ ഒരു മെത്തേഡാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഈ പണ്ട് ഇത് കാട്ടുവള്ളിയൊക്കെ വളച്ചെടുത്തിട്ടിരുന്നില്ല, അതിന് ഫിനിഷിങ് കുറവാ. കാട്ടുവള്ളി. അത് ശരി, അത് വലിയൊരു പരിപാടി. ഇതിന് ഈ വളയലിന് പകരം പണ്ട് കാട്ടുവള്ളി ആണ് ഉപയോഗിച്ചിരുന്ന ഇടയ്ക്ക് പറയുന്നത്. ഈ വളയലിന് പകരം ചൂരലിങ്ങനെ വളച്ച് റൗണ്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് അതിലിങ്ങനെ ചെയ്യും. അപ്പൊ ഈ ചൂരലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. മരത്തിൽ എന്ന് പറഞ്ഞാൽ കട എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് കിട്ടും. അതിൽ നമുക്ക് ഏത് ഷേപ്പ് വേണേലും അടിച്ചെടുക്കാം. ഇതിപ്പോ ഈ ഉരുണ്ട ഷേപ്പ് വളയില്ല, ഇനി പരന്ന ഷേപ്പ് വളയിലുണ്ട്. ഇതിൽ എത്ര കയറാണ്? 6 ശരിക്കും. 6 1 2 3 4 5 6 കറക്റ്റ് തുല്യ അളവായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കോർക്കുമ്പോ ഏറി കുറഞ്ഞിരിക്കും അളവ്. അപ്പൊ ഇതിലാണ് ഈ നമ്മള് ഇടയ്ക്ക് വട്ടത്തിന് ശരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളൂരി എന്ന് പറഞ്ഞതാണ്. ഉള്ളൂരി അതായത് തോലാണോ? നമ്മുടെ ഈ നാൽക്കാലികളുടെ ഇത് വരില്ലേ, നമ്മുടെ ഈ പുറന്തോലാണോ? അതിന്റെ ഈ ആഹാരം സൂക്ഷിച്ചു വെക്കണ സഞ്ചി ഉണ്ടല്ലോ, അതിന്റെ പുറംചട്ടയാണ് ഇത്. ഉള്ളൂരി എന്ന് പറയും. നാൽക്കാലിയുടെ ആമാശയം, അതായത് ആമാശയം. അപ്പൊ ഈ അതിന്റെ തോലാണ്. അതിൽ നമ്മളിത് പറ്റിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒട്ടിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാദ്യം നനയ്ക്കും. നനച്ചതിന് ശേഷം നമ്മൾ കറക്റ്റാക്കി സെന്ററാക്കി ഇത് പിടിച്ചിട്ട് ഇവിടെ പശ തേക്കും. ഇവിടെ ഈ ഭാഗത്ത് പശ തേച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ചേർക്കും. പിന്നെ നമ്മുടെ ഈ ചെറിയൊരു ഉളിയ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടറ വരെ നമ്മളിങ്ങനെ ഇതായിട്ട് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഈ അതെന്ത് പശ വെച്ചിട്ട് ഒട്ടിക്കുന്നത്? പശ ചോറ് അരച്ച് എടുക്കാറുണ്ട്. ഇപ്പൊ ഫെവിക്കോള് ഇപ്പൊ ചേർത്തിട്ട്
അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വട്ടം വെച്ച സംഗതി, അതായത് മടക്കിയെടുത്ത് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഇതാണല്ലോ. ഓക്കെ, അത് വേണം നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ. ഇത് ചെയ്ത് ഇതാണിപ്പം പിടിപ്പിച്ചിട്ടുള്ള, അതായത് തോല് പിടിപ്പിച്ചിട്ടുള്ള ഇടയ്ക്കയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. വട്ടവും അതേപോലെ ഈ തോലും. ഓക്കെ, പിന്നെ ഇത് അടുത്തത് എന്താണ് ചെയ്യുന്നത്? അടുത്ത ഇതിൽ നമ്മൾ ചരട് കോർക്കുന്നുണ്ട്. ഇങ്ങനെ ചരട് കോർത്തിട്ടുള്ള ചരട് കോർത്തു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇവിടെ ചരട് കോർക്കണം. ഓക്കെ, അടുത്തൊരു ഘട്ടമാണ് ഇനി സൈജേട്ടൻ പറയാൻ പോകുന്നത്. എന്താണ് ചേട്ടാ ഒന്ന് പറഞ്ഞത്? നമ്മൾ ഇതിന് ഇടയ്ക്കയുടെ പൊതയെന്ന് പറയും. അതായത് 2 വട്ടവും ചരടും കോർത്ത ഒരു ഇതിന് പൊതയാന്നാണ് മുകളിലും താഴെ. അത് ഇതിലേക്ക് നമ്മൾ ഇടയ്ക്ക് കോർക്കണതിന് മുമ്പ് കുറ്റിയുടെ നമ്മൾ കൊട്ടുതലോ മൂട്ടുവട്ടത്തിന്റെ തലയും നോക്കണം. അതായത് ഇങ്ങനെ മുട്ടി നോക്കിയിട്ട് മൂപ്പുള്ള ഏത് വശമാണോ ആ വശമാണ് നമ്മൾ കൊട്ടുതലയിട്ട് എടുക്കണം. അതായത് ഇങ്ങനെ മുട്ടി നോക്കുമ്പോൾ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ തലയെന്ന് പറയുമ്പോ ഏതായിരിക്കും? ഇതല്ലേ? ഇപ്പൊ ഈ തലയാണ് മൂപ്പുതല. ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ മൂപ്പ് കൂടി ശബ്ദമായിരിക്കും, ഇവിടെ മൂപ്പ് കുറഞ്ഞ ശബ്ദമായിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു ശരീരം പോലെ തന്നെയാണ്. അതന്നെ മൂപ്പുള്ള തലയിലേക്ക് നമ്മൾ വട്ടം പിടിപ്പിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തേയ്മാനം കുറയും. വക്ക് തേഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും കുറച്ച് കാലം കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഇത് നോക്കിയിട്ട് വേണം ആദ്യം കോർക്കാൻ. അപ്പൊ ഇതിന്റെ കൊട്ടുതല എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്. ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ ശരിക്കും ഈ കലാകാരനും നിർമ്മാതാവും ഒരേ ആള് തന്നെ ആവുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സംഗതി വരുള്ളത്. പിന്നെ ഈ കൊട്ട് തലാണ് പറഞ്ഞത്. അതെ അതെ. അങ്ങനെ പേരുകളോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിശ്ചയങ്ങൾ ഉണ്ടോ? അതായത് ഇത് നമ്മൾ ഈ കൊട്ടണ ഭാഗം പറയണത് ജീവാത്മാവ് എന്ന് പറയണം. ഈ കൊട്ടണത് നേരെ എതിർഭാഗം ഇത് പരമാത്മാവ് എന്ന് പറയണം. ഈ ഭാഗത്തേക്ക് നമ്മൾ കൊട്ടാറില്ല. ഇത് കൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര നൈസ് വട്ടം ഇതിനകത്ത് ഇട്ടേക്കണം. ഈ 2 വട്ടത്തിന് കൊട്ടുവട്ടത്തിന് അതെങ്ങനെ തിരിച്ചറിയാ? അതായത് കൊട്ടുവട്ടത്തിന് എപ്പോഴും കനം കൂടുതലായിരിക്കണം. നമ്മൾ കൊട്ടണ സൈഡല്ലേ. അപ്പൊ ഈ വട്ടം നേരെ തിരിച്ചു പോകണമെങ്കിൽ പെട്ടെന്ന് പൊളിയാൻ ചാൻസ് ഉണ്ട്. ശബ്ദത്തിന് ഇവിടെ ഇത്തിരി ട്രബിൾ ആയിട്ടുള്ള ശബ്ദമല്ലേ, ഒരു വിറയലുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. അതിൻ്റെതായ ഇടയ്ക്കിടെ വട്ടത്തിൽ വന്ന വേരിയേഷൻ ആണ്. അത് ഇവിടെ വൈബ്രേഷൻ കൂടുതലായിരിക്കും. നൈസ് ആയതുകൊണ്ട് ഇവിടെ വൈബ്രേഷൻ കുറവായിരിക്കും. ആ ഒരു വ്യത്യാസം. ഇത് ടൈറ്റ് ചെയ്ത് അടുത്ത ഇനി കച്ച പിടിപ്പിക്കാനുണ്ട്. പിന്നെന്താണ് ഒരു പൊടിപ്പ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു അലങ്കാരണവും. പൊടിപ്പ് എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം ഉണ്ടാക്കി വരുമ്പോ ഇതേപോലെയാണ്. ഇതാണ് പൊടിപ്പ്. ഇടയ്ക്കിലൊക്കെ വളരെ കൗതുകരമായിട്ട് ഇപ്പം ചെറുപ്പത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കൊട്ടുമ്പോൾ ഇതിന്റെ പിറകിൽ പോയിട്ട് ഇത് തൂങ്ങി ആടുമ്പോൾ വളരെ രസകരമായിട്ട് അല്ലേ, വളരെ രസകരമായിട്ട് ഇത് ശരിക്കും മുൻപൊക്കെ ഇത് ഉണ്ടായിരുന്നോ ഈ പൊടിപ്പ് എന്ന് പറയുന്ന സംഗതി? പിന്നെ പണ്ട് ഇത് തുണി കഷ്ണം കീറി കെട്ടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നേരത്തെ. പട്ടുതുണികളുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ശീല പോലെ ആടിരുന്ന മുൻപ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ കുറെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കമ്പിളി നൂൽ എന്ന് പറയും. അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഈ സംഗതി? എന്തെങ്കിലും പൊടിപ്പ് വെക്കുന്നതിന് ഇത് ഇടയ്ക്കേടെ ഇത് വട്ടം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചെയ്യണം. പിന്നെ ഒരു അലങ്കാരം തന്നെയാണ്. ഓക്കെ. മെയിനായിട്ട് നമ്മൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് താഴത്തേക്ക് അതായത് ടോപ്പിലേക്ക് പോകുമ്പോ പൊടിപ്പില്ലെങ്കിൽ കുറ്റി ഇറങ്ങിപ്പോകും. അപ്പൊ ഈ പൊടിപ്പിന്റെ ഈ ജീവകോല വെച്ചിട്ട് പൊടിപ്പ് ഇങ്ങനെ വെക്കുമ്പോ ഇവിടെ ലോക്കായി പോകും. ഒരു ജീവകോലിൽ എത്ര ഇതുണ്ടാവും? ഏതാണ് ജീവകോല് എന്ന് പറയുന്നത്? മലയാളിയുടെ സ്വന്തം ഇടയ്ക്ക് ഇപ്പം
ചേട്ടനിപ്പോൾ ഓരോ ഭാഗങ്ങൾ നിർമ്മിച്ച് ഇതുവരെ എത്തി. അതായത് ഒരു ഭാഗം ഇടയ്ക്കിടെ മെയിനായിട്ടുള്ള ഈ മരത്തിൻ്റെ ഭാഗം, അത് കഴിഞ്ഞിട്ട് ഈ മരത്തിൻ്റെ ഭാഗത്തിന് എന്തായിരുന്നു പറയുന്നത്, കുറ്റി. ആ കുറ്റി തന്നെ അത് വലിയ പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്തെടുക്കുന്നത്. അതുപോലെ വട്ടം വെച്ചു, തുകല് വെച്ചു ഇരുഭാഗത്തും. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇതിൻ്റെ തലഭാഗം, നല്ല ശബ്ദമുള്ള കൊട്ടൻ്റെ ഭാഗവും നിശ്ചയിച്ചു, ബാക്കി മറുഭാഗവും നിശ്ചയിച്ചു. പിന്നെ ഈ ഇപ്പം സാധാരണ ഉപയോഗിക്കുന്നത് നൈലോൺ എന്നല്ലേ പറഞ്ഞത് അല്ലേ? നൈലോൺ കൊണ്ട്, ഇത് കോട്ടനാണ്, അതായത് പരുത്തിയുടെ നൂല് കൊണ്ടാണ് ഇത് സാധാരണ മുറുക്കുന്നത്. നമുക്ക് കോർത്ത് കൊട്ടി നോക്കാൻ എളുപ്പം നൈലോണാണ്. അതായത് പരീക്ഷ നിങ്ങളെ വലിച്ചു കഴിയുമ്പോൾ പിരി ഉടയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിന് പിരി ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. മറ്റേത് പിരി ഉടഞ്ഞു കഴിഞ്ഞാൽ വളരെ മുറുക്കം ഇവിടെ ടൈറ്റ് ആവും കൃത്യമായിട്ട്. യെസ് മനസ്സിലായി. അപ്പം കൃത്യമായിട്ട് എന്തായാലും കുറേ സംഗതികൾ ഇനിയുള്ളത് ഇതിനകത്തേക്ക് വരാനുള്ളതാണ്. ഇനി പറയാൻ പറ്റും പൊടിപ്പും ജീവക്കോലെന്ന് പറയും. ഇത് ജീവക്കോലെന്ന് പറയും. ഇത് ഒരിടക്കയിൽ 4 എണ്ണം ഉണ്ടാവണം. 4 വേദങ്ങളാണ്. 4 വേദങ്ങളായിട്ടാണ് വരുന്നത്. അതിലേക്ക് ഇതാണ് കേട്ടോ ആ ജീവക്കോലുകൾ. അതിലാണ് നമ്മൾ പൊടിപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാകണം. ഇത് ഒരു ജീവക്കോലയിൽ 16 എണ്ണം വരും. ഒരു ജീവക്കോല. അപ്പം എല്ലാം കൂടി ചേർത്തിട്ട് എത്ര? 64 എണ്ണം. 64. ആ 64 കൂടി എന്തോ ഒരു കാര്യം പറയുന്നത്, 64 കലകളെ. അതായത് 64 കലകൾക്കും ഇടയ്ക്ക അകമ്പടി സേവിക്കാന്നാണ് പറയുന്നത്. അപ്പൊ അത്ര കാര്യം കേരളത്തില് 64 കലകളാണ് കണക്കാക്കുന്നത്. അപ്പൊ അത്രയും മഹനീയമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഇടയ്ക്ക് അകമ്പടി സേവിക്കുക, അതായത് പക്കമേളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കലകൾക്കും ഉപയോഗിക്കാം എന്ന രീതിയിലാണ് ജീവക്കോലില് തൂങ്ങിയാടുന്നിട്ടുള്ള ഈ 64 പൊടിപ്പുകൾ. ഭയങ്കര തന്നെ. ഇത് ഇനി ഏതെങ്കിലും പണികൾ ഉണ്ടോ വരുന്നത്? ഇതിനകത്ത് കച്ച കെട്ടാനുണ്ട്. കച്ച കെട്ടിയ ശേഷം മാത്രം പൊടിപ്പ് വെക്കാൻ പറ്റുള്ളൂ. കച്ച കെട്ടല. ഓക്കെ, കച്ച കെട്ടാണല്ലോ. ഓക്കെ, നമുക്ക് കച്ച കെട്ടി വെക്കാം. ഓക്കെ, റൈറ്റ്. കച്ച വരുന്നത്. ആഹാ, ഇങ്ങനെ ഗംഭീരമായിട്ട് നല്ല രസമുണ്ടല്ലേ ഇതിൻ്റെ ഒരു എന്തൊരു മനോഹരമായുള്ള സംഗതിയാണല്ലേ കച്ച. ഇടയ്ക്ക് ഇതൊക്കെ ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് തൊട്ട് നോക്കാനോ കാര്യമൊക്കെ മുൻപൊക്കെ കൗതുകം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നാണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടുള്ള കച്ചയാണ്. നോക്കൂ, എന്ത് രസമായിട്ടാണല്ലേ ഇതിൻ്റെ ഒരു ഡിസൈന് വരുന്നത് ഈ കച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വേറെയാണ് കേട്ടോ, ഇത് ഇതിൻ്റെ കോലാണ്. അതിനെപ്പറ്റി വേറെ അദ്ദേഹം പറയും. എന്തായാലും കച്ച ഒന്ന് കെട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. കച്ച കെട്ടൽ അല്ലേ? കച്ച കെട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒരു മിനിറ്റ് ചേട്ടാ, ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഞാൻ പിടിച്ചുതരാം. നമ്മള് ആദ്യം കോർത്തില്ല. ആദ്യം കോർത്ത ഭാഗത്താണ് ആദ്യത്തെ ചരട് വരുന്നത്. അപ്പൊ അത് ആദ്യത്തെ ചരട് ഇങ്ങനെ എടുക്കണം. 1 2 ഓക്കെ 3. ഈ 3 ചരടുമായിട്ട് ഈ വട്ടം കണക്ട് ആയി. ഓക്കെ, അവിടെ കെട്ടി വെക്കുക. അവിടെ 3 ചരട് കഴിയുമ്പോൾ ഒരു കെട്ട് കെട്ടണം അവിടെ. ഓക്കെ. ഇനി അടുത്ത നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ സൈഡ് രണ്ടാമത്തെ. ഇത് 1 2 ഓക്കെ 3. ഇതാണ് തോളത്തിടുന്നതാണോ ഇത്? ഓക്കെ ഓക്കെ. കച്ച എന്ന് പറയുന്നത് ഈ തോളത്ത് തൂക്കി. നമ്മളിപ്പോ ഈ വട്ടത്തില് 6 ചരടുമായിട്ട് നമുക്ക് കണക്ട് ആയി. യെസ്. അതായത് 3 ഇവിടേക്കും ഇടത്തോട്ടും 3 മറ്റു ഭാഗത്തേക്ക്. ഓക്കെ. അതായത് ഇതിന് ഈ അടയ്ക്കവട്ടത്തിന് 6 ദ്വാരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ 6 ദ്വാരത്തില് 6 ചരടുമായിട്ട് നമ്മുടെ കണക്ട് ആയി, നിയന്ത്രണമായി. ഓക്കെ. ഓക്കെ, അത് കെട്ടി വെച്ചു. താഴത്തെ സൈഡ്, അതായത് മൂട്ടുവട്ടത്തിന്റെ ഭാഗം ഇതുപോലെ തന്നെ. ഓക്കെ. ആദ്യത്തെ ചരട് ഇവിടെ എടുത്ത് 1. ഓക്കെ. 2 3. ഓക്കെ, അതവിടെ കെട്ടിവെക്കും. ഓക്കെ. ഏതായാലും എനിക്ക് വളരെ രസകരമായിട്ട് നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് വളരെ രസകരമായിട്ട് ചെയ്തത് അത് തോന്നുന്നത്. കാരണം ഈ ഒരു സ്കില്ലായിട്ടുള്ള പ്രവർത്തനം, ഒരു സംഗീതത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ പ്രയോഗം അറിയണം,
അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ ട്യൂണിങ്, അതായത് ഏതെല്ലാം തരത്തിലാണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ആ മർമ്മമായിട്ടുള്ള ജ്ഞാനം അറിയണം. തീർച്ചയായും രണ്ടും കൂടി ചേർന്നാൽ, അതായത് ഒരു എൻജിനീയറും ഒരു എൻജിനീയറിങ് അതിൻ്റെ ഒരു സംഗതി വശവും, അതേപോലെ പിന്നെ അതിൻ്റെ പ്രയോഗവും, യെസ് കണ്ടോ, പ്രയോഗം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ പ്രയോഗം കൂടി ഇനിയിപ്പം ഇതുകൂടി പൊടിപ്പ് വെച്ചാൽ ഓക്കെ. ഇപ്പം നമ്മൾ ഈ നമ്മൾ താഴത്തേക്കും മേളിലേക്ക് ആക്കുമ്പോൾ ഈ എല്ലാ ചരടും വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അതാണ് ഇതിൻ്റെ ടെക്നിക്കില്ലേ, അത് ആ ടെക്നിക്ക് അത് യെസ്. ഓ എല്ലാ ചരട് ഈ ചരടുകളെല്ലാം ബന്ധിപ്പിച്ചത് കൊണ്ട് നമ്മുടെ തോളത്ത് കിടക്കുമ്പോൾ ഈ എല്ലാ ചരടുമായിട്ട് നമുക്ക് കണക്ഷനായി. കാരണം നമ്മൾ ഇങ്ങനെ മേൽപോട്ടും കീഴ്പോട്ടും പിടിക്കുന്നതനുസരിച്ച് ഇതിൽ ശബ്ദത്തിന് വേരിയേഷൻ വന്നു. അപ്പോൾ ഈ കുറ്റിയിലാണ് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചരടിൽ പിടിച്ചാണ്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അതേ കാണുന്നുള്ളൂ, എന്നുവെച്ചാൽ ഈ ചരടിൽ പിടിച്ചിട്ടാണ് അതിന്റെ ട്യൂൺ വ്യത്യാസം. ഈ നടുവിലുള്ള ഈ കുറ്റിയിൽ പിടിച്ചിട്ടാണ് അതിന്റെ സിന്തസൈസിങ്. ചരട് ടൈറ്റ് ആവുകയും ചെയ്യും, അഴിയുകയും ചെയ്യും. അപ്പോഴാണ് ശബ്ദത്തിന് അതാണ് അതിന്റെ ഒരു മാന്ത്രികത അല്ലേ? ഓക്കെ, ആ മാന്ത്രികത ടെക്നിക് എന്ന് പറയുന്നത് റെസൊണൻസ് അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന. പൊടിപ്പ് വെച്ചിട്ട് നോക്കാം. ഏതായാലും ചേട്ടാ, അത് പൊടിപ്പ് ഇപ്പം നേരത്തെ പറഞ്ഞ തന്നെ, അതായത് 64 കലകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പൊടിപ്പുകൾ. ഓക്കെ, വെച്ചോളൂ. നമ്മൾ ആദ്യത്തെ പൊടിപ്പ് വെക്കുമ്പോൾ ഈ നമ്മൾ ചരട് കെട്ടിയ ഗ്യാപ്പില്ലേ, ഓക്കെ, ആ ഗ്യാപ്പിലേക്ക് വെക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് വരും. അതിന്റെ എത്ര രസകരമായിട്ട് പ്ലേസ് ചെയ്യുന്നത്, വണ്ടർഫുൾ. അടുത്തത് നമ്മൾ അത് വെക്കുമ്പോൾ ആ വെച്ചതിന്റെ ഞാനിത് എത്ര ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും എനിക്ക് കാണിക്കണം എന്ന് വലിയ. യെസ്, ഓക്കെ ഓക്കെ, റൈറ്റ്. ശരിക്കും ഇതിന്റെ ബാലൻസ് ഒരു പൊടിപ്പ് മാത്രമല്ല, ശരിക്കും അലങ്കാരം തന്നെയാണ്. ശബ്ദത്തിന് വ്യത്യാസം പൊടിപ്പ് ചില്ലറക്കാരന അല്ല എന്ന് പറയേണ്ടി വരും. ഇനി നേരെ അടുത്ത് നമ്മൾ വെക്കുമ്പോ ഈ കെട്ടിന്റെ ഈ 2 കെട്ടിന്റെ ഇടയിലേക്ക് വെക്കും. അപ്പൊ നേരത്തെ നമ്മള് അപ്പുറത്തല്ലേ വെച്ചത്, അപ്പുറത്തെ സൈഡിലല്ലേ വെച്ചത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വെക്കും, ബാലൻസ് കറക്റ്റ് ആവും, വെയിറ്റ് ബാലൻസ്. ഓക്കെ, അപ്പൊ ഇനി ഒന്നുകൂടെ വെക്കാണ്ട്, ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോ 2 ആ വശത്തും 2 ഈ വശത്തും, മൊത്തം 4. അപ്പുറത്ത് കയറ്റി വെച്ചപ്പോ ഒരെണ്ണം ഇപ്പുറത്ത് ഇറക്കി വെച്ചു. ബാലൻസ്. യെസ് യെസ് യെസ്. ഇപ്പോഴാണ് ഏറെക്കുറെ ചെണ്ടാണുള്ളത്. ചെണ്ട താങ്കൾ വായിക്കുന്നുള്ളതാണ്, ചെണ്ട വായിപ്പോയതാണ്. എന്തായാലും ഇടയ്ക്ക. ഇനി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കോലിനെയാണ് ശരിക്കും പരിചയപ്പെടുത്താറുള്ളത്. കാരണം നമ്മൾ ശരിക്കും ഓക്കെ പതിമുഖം, ദാഹശമിനിയായിട്ട് ഉപയോഗിക്കണം. പതിമുഖത്തിന്റെ മരം കീറിയെടുത്തിട്ട് അത് ചൂടാക്കി വളക്കും. പതിമുഖത്തിന്റെ ഈ പാകത്തിന് കീറിയെടുത്തിട്ട് നമ്മൾ ചൂടാക്കി വളച്ച് കുറച്ചു നേരം അതിൽ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ചീവി മിനുക്കി എടുക്കുന്നതാണ്. ഇതിന് ശാസ്ത്രപ്രകാരം ഇങ്ങനെ തന്നെ ആണോ? അത് 13 പോലെ ആകുമ്പോ മൂപ്പുണ്ടാവും, പെട്ടെന്ന് പൊളിഞ്ഞും പോവില്ല, പൊട്ടിപ്പോവില്ല. അതിനാണ് ഈ 13 തന്നെ. ഇപ്പൊ ഇത് എന്ന് പറയുന്ന ത്രിസ്ഥാനം എന്ന് പറയണ, അതായത് 3 സ്ഥാനം, അതായത് 1 2 3. അതായത് നമ്മൾ സപ്തസ്വരങ്ങളിലെ സ, ഷഡ്ജം, പഞ്ചമം, മേൽസ്ഥായി ഷഡ്ജം, അതാണ് ഇപ്പോൾ പിടിച്ചത്. 3 നോട്ട്. വളരെ എനിക്കെന്തായാലും ഇടയ്ക്കെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരെ പറഞ്ഞു. ഇനി ഞങ്ങളുടെ ഒരു ചെറിയൊരു കരവിരുതും കൂടി, അല്ല താങ്കളായിട്ട്